ഇതും നമുക്ക് ഈ സെഗ്മെന്റിൽ ആരും തരുന്നില്ല, ഇവിടെ ഒരു കുറ്റി മാത്രമേ തരാറുള്ളൂ. അതുപോലെ ഈ സെഗ്മെന്റിൽ അല്ലെങ്കിൽ ഈ വിലയിൽ കിട്ടുന്ന മറ്റൊരു സെഡാൻ ടാക്സി സെഗ്മെന്റിലും റിയർ AC വെന്റും വരുന്നില്ല. അപ്പോൾ 10 ലിറ്റർ CNG ഇതിൽ അധികം പിടിക്കും. അപ്പോൾ അത്രയും ദൂരം നമുക്ക് ഓടാം എന്നുള്ളതാണ് കേട്ടോ. ലാഭകരമായിട്ട് ടാക്സി സർവീസ് നടത്തണമെങ്കിൽ ഇതേ വണ്ടി വാങ്ങുന്നത് മുതൽ തന്നെ നമ്മൾ വാല്യൂ ഫോർ മണി നോക്കണം. അങ്ങനെയുള്ളവർക്ക് ഇതേ ഹ്യുണ്ടായി ഒരു പ്രൈം SD എന്ന് പറഞ്ഞൊരു പുതിയ മോഡൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് നമുക്ക് ഈ സെഗ്മെന്റിൽ നിങ്ങൾ സെഡാൻ നോക്കുകയാണെങ്കിൽ വില വളരെ കുറവാണ്. പക്ഷേ ഈ സെഗ്മെന്റിൽ അല്ലെങ്കിൽ ടാക്സി ലെവലിലേക്ക് നിങ്ങൾ ഒരു ബ്രാൻഡും തരാത്ത 7 പുത്തൻ ഫീച്ചേഴ്സും നമ്മുടെ ഹ്യുണ്ടായി ഇതിൽ ആഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ വില കുറവെന്ന് മാത്രമല്ല കേട്ടോ, നമുക്ക് ഏകദേശം നമ്മളിനി പൈസ എക്സ്ട്രാ കൊടുത്താൽ പോലും ചെയ്തെടുക്കാൻ പറ്റാത്ത കുറച്ച് ഫീച്ചേഴ്സിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. വിശദമായിട്ട് നോക്കാം. സോ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യം തന്നെ ഞാൻ ഈ പറഞ്ഞ 7 ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലേക്കാണ് കിടക്കുന്നത്. പ്രധാനമായിട്ട് നമുക്കിത് ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് മാനുവൽ കൊടുത്തിട്ടുണ്ട്. ഇത് ഈ വിലയിൽ ഉള്ള ഒരു സെഗ്മെൻറ്റിൽ സെഡാനിൽ നമുക്ക് ആരും തരുന്നില്ല. പിന്നെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ORMs കണ്ടോ, ഇതും നമുക്ക് ഈ സെഗ്മെന്റിൽ ആരും തരുന്നില്ല, ഇവിടെ ഒരു കുറ്റി മാത്രമേ തരാറുള്ളൂ. അതുപോലെ ബൈഫ്യൂലാണ് വരുന്നത്, അതിൻ്റെ കാര്യം ഞാൻ പിന്നെ പറയാം. സ്റ്റിയറിംഗ് കണ്ടോ, നിങ്ങളിത് ടാക്സി സെഗ്മെന്റിൽ ഒരു വണ്ടിയാണെന്ന് കണ്ടാൽ പറയില്ലല്ലോ. അതായത് സ്റ്റിയറിംഗ് മോട്ടർ കൺട്രോൾസ് നമുക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ നമുക്കൊരു ടൈപ്പ് ചാർജിംഗ് പോർട്ട് കൂടി മുൻവശത്ത് നൽകിയിട്ടുണ്ട്. അതുകൂടാതെ ഫുട്വെൽ ഇലുമിനേഷൻ, അതായത് ഇവിടെയൊക്കെ നമുക്ക് ലൈറ്റ്സ് കാര്യങ്ങൾ വരുന്നുണ്ട്. 2 സ്പീക്കർ സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് ഫ്രണ്ട് ഡോറുകളിലും വരുന്നുണ്ട്. ഇനി പുറകിലേക്കാണെങ്കിൽ AC വെന്റ്, ഇതും നമുക്ക് ഈ സെഗ്മെന്റിൽ അല്ലെങ്കിൽ ഈ വിലയിൽ കിട്ടുന്ന മറ്റൊരു സെഡാൻ ടാക്സി സെഗ്മെന്റിലും റിയർ AC വെന്റും വരുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് 7 യുണീക്ക് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ സ്പെഷ്യൽ ഫീച്ചേഴ്സ് നമ്മുടെ ഹ്യുണ്ടായി ആഡ് ചെയ്ത് തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി മൊത്തത്തിലൊന്ന് വാഹനം നോക്കുന്ന സമയത്ത് നമുക്ക് മുൻവശത്ത് ഹാലജനാണ് ഹെഡ് ലാമ്പ് യൂണിറ്റ് വന്നിട്ടുള്ളത്. അതിൽ തന്നെ ഇൻഡിക്കേറ്ററൊക്കെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഒരു ഫ്രണ്ട് ലുക്ക് വന്നിട്ടുള്ളത്. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ 14 ഇഞ്ചാണ് ടയർ സൈസ്, 165/70 പ്രൊഫൈലുള്ള 14 ഇഞ്ചാണ് ട്യൂബ്ലെസ് ടയർ കാര്യങ്ങൾ വരുന്നുണ്ട്. ഫെൻഡറിലാണ് നമുക്ക് ഇൻഡിക്കേറ്റർ വന്നിട്ടുള്ളത്. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ORM ഞാൻ ഓൾറെഡി കാണിച്ചു. ഡോർ ഹാൻഡിലൊക്കെ ഒരു ബ്ലാക്ക് കളറാണ് വന്നിട്ടുള്ളത്. ഇനി റിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സേഫ്റ്റിയുടെ ഭാഗമായിട്ട് റിയർ ഡീഫോഗർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പുറയിലേക്ക് വന്നാൽ ഹൈ CNG എന്നുള്ളതാണ്. കാരണം ഇതൊരു ബൈഫ്യൂൽ ആയിട്ടാണ്, അതായത് പെട്രോളിലും മോഡും നമ്മുടെ CNGയിലും മോഡും എന്ന് മാത്രമല്ല ഇതിൻ്റെ CNG ടാങ്ക്. നിങ്ങൾ ഈ ഒരു പ്രൈം SD എടുക്കുന്നെങ്കിൽ നിങ്ങൾക്ക് അടിക്കടി ഫ്യൂൽ സ്റ്റോപ്പ് വേണ്ട. അതായത് മറ്റുള്ള വാഹനം നിർത്തുന്ന അത്രയും ഫ്യൂൽ സ്റ്റോപ്പുകൾ നിങ്ങൾക്ക് ആവശ്യമില്ല. കാരണം ഇത് നമുക്കൊരു 37 ലിറ്ററിൻ്റെ പെട്രോൾ ടാങ്കും ഒപ്പം 65 ലിറ്ററിൻ്റെ ഒരു CNG ടാങ്കും നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കോമ്പറ്റീറ്റർ വെച്ച് നോക്കുകയാണെങ്കിൽ അതിന് 55 ലിറ്റർ വരുന്നുള്ളൂ. 10 ലിറ്റർ CNG ഇതിൽ അധികം പിടിക്കും. അപ്പോൾ അത്രയും ദൂരം നമുക്ക് ഓടാം എന്നുള്ളതാണ് കേട്ടോ. ഇനി ഉള്ളിലെ സ്പേസ് ഡയമെൻഷനൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിമിലർ ആണ്. നമുക്ക് ഒരുപാട് ഈ ഒരു സെഗ്മെൻറ്റൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക്, കാരണം ഒരേ സെഗ്മെൻറ്റിൽ വരുന്ന വാഹനങ്ങളാണ്, അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങളൊന്നും അതിൽ പറയാനില്ല. കാരണം സെയിം ആയിരിക്കും, സിമിലർ ആയിട്ടുള്ളൊരു സ്പേസ് കാര്യങ്ങൾ നമുക്ക് കിട്ടുക. 4 ഡോറിലും പവർ വിൻഡോസ് നൽകിയിട്ടുണ്ട്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റുകൾ വരുന്നുണ്ട്. ഇനി ഫ്രണ്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 4 പവർ വിൻഡോയുടെ കൺട്രോൾ ഇവിടെയും കാണാനായിട്ട് സാധിക്കും. പിന്നെ പവർ വിൻഡോ ലോക്ക് അൺലോക്ക് വന്നിട്ടുണ്ട്. സ്റ്റോറേജ് ഏരിയ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ബൈഫ്യൂൽ ആയതുകൊണ്ട് ഇവിടെ നമുക്ക് ഇതിൻ്റെ CNG അതുപോലെ തന്നെ പെട്രോൾ സ്വിച്ച് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ഇനി മീറ്ററിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടാക്കോമീറ്റർ വന്നിട്ടുണ്ട്, സ്പീഡോമീറ്റർ, ഫ്യൂൽ ലെവൽ കാര്യങ്ങളൊക്കെ കാണാം. അത് രണ്ടും വന്നിട്ട് നമുക്ക് CNGയുടെ ഫ്യൂൽ ലെവൽ ഇവിടെ അറിയാനായിട്ട് പറ്റും, ഇവിടെ പെട്രോളിൻ്റെ ഫ്യൂൽ ലെവൽ അറിയാനായിട്ട് പറ്റും. പിന്നെ ഒരുപാട് ഇൻഫർമേഷൻസ് അതിൻ്റെയൊക്കെ കൺട്രോൾ നമുക്ക് സ്റ്റിയറിംഗിൽ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അതൊരു ആരും ഈ ഒരു സെഗ്മെൻറ്റിൽ ടാക്സി സെഗ്മെൻറ്റിൽ നമുക്ക് തരാത്തൊരു സാധനമാണ് ഹ്യുണ്ടായി തന്നിട്ടുള്ളത്. അടിപൊളി എന്ന് പറയാം. കൂടാതെ നമ്മൾ പവർ സ്റ്റിയറിംഗ് ആണ്, അതുപോലെ തന്നെ AC വരുന്നുണ്ട്, സെൻട്രൽ ലോക്കിംഗ് വരുന്നുണ്ട്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വരുമ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്കൊരു കുറവായിട്ട് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. ടച്ച് സ്ക്രീൻ ഇല്ലല്ലോ, കാരണം സ്പീക്കറും അതുപോലെ തന്നെ സ്റ്റിയറിംഗിൽ കൺട്രോൾസ് വരെ കൊടുത്തിട്ടും ഇൻഫർടൈൻമെൻറ്റ് ഇല്ലല്ലോ എന്നുള്ളത്. എന്തായാലും നമ്മുടെ ഗ്രാൻഡ് ഹ്യുണ്ടായിൽ നിങ്ങൾ വാഹനം എടുക്കുകയാണെങ്കിൽ വെറും 14,999 രൂപയിൽ ചെറുതൊന്നുമല്ല, ഒരു 9 ഇഞ്ചിൻ്റെ വലിയൊരു ഡിസ്പ്ലേ നമുക്ക് തരുന്നുണ്ട്. അതിൽ വെറും ഡിസ്പ്ലേ അല്ല, റിയർ വ്യൂ ക്യാമറ അടക്കം അതിൽ ഇൻക്ലൂഡറാണ്, ആ ഒരു പ്രൈസിൽ ഇൻക്ലൂഡറാണ് എന്നുള്ളതാണ്. അപ്പോൾ ഒരു 15,000 രൂപ എക്സ്ട്രാ മുടക്കിയാൽ ആ ഒരു കാര്യം അവിടെ പരിഹരിക്കപ്പെടും. അങ്ങനെ നോക്കുന്ന സമയത്ത് പക്ക വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു വാഹനമാണ് നിൽക്കുന്നത്, നിസ്സംശയം പറയാം. കാരണം വില വളരെ കുറവാണ്. വില ഞാൻ പറഞ്ഞില്ല അല്ലേ, നമുക്ക് 6,89,000 രൂപ ഇതിൽ എക്സ്ഷോറും വില നമ്മുടെ ഹ്യുണ്ടായി ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ആ വില എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ സെഗ്മെൻറ്റിൽ കിട്ടുന്ന മറ്റുള്ള മോഡലിനേക്കാളും വളരെ കുറവാണ് എന്നുള്ളതാണ്. പക്ഷേ അതിനേക്കാളും 7ഓളം ഫീച്ചേഴ്സ് നമുക്ക് കൂടുതൽ കിട്ടും. ഇനി എഞ്ചിനിലും വലിയ മാറ്റമുണ്ട്, ചെറിയ മാറ്റം എന്നല്ല. നമുക്ക് കോമ്പറ്റേറ്റർ 3 സിലിണ്ടർ എഞ്ചിൻ വരുമ്പോൾ ഇവിടെ കണ്ടത് നിങ്ങൾ 4 സിലിണ്ടർ എഞ്ചിനാണ് വന്നത്. അതും 1.2 ലിറ്റർ 4 സിലിണ്ടർ എഞ്ചിൻ ലഭിക്കും. മൈലേജ് കൂടുതൽ ഈ ഒരു എഞ്ചിനാണ് ലഭിക്കുക. അതുകൊണ്ട് തന്നെ റണ്ണിങ് കോസ്റ്റ് കുറവാണ് എന്നുള്ളതാണ്. മെയിൻ്റനൻസ് കോസ്റ്റും വളരെ കുറവാണ്. അതിൻ്റെ ഒരു നിങ്ങൾക്ക് ഷോറൂമിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഈ വാഹനം കണ്ടിട്ടുള്ളത് നമ്മുടെ പാലക്കാടുള്ള ഗ്രാൻഡ് ഹ്യുണ്ടായിലാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവരൊരു ചാർട്ട് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്ത് നമുക്ക് ഓരോ ടൈമിലും വരുന്ന മെയിൻ്റനൻസിൻ്റെ കാര്യങ്ങളൊക്കെ അതിൽ നമുക്ക് കറക്റ്റായിട്ട് വായിച്ചെടുക്കാം. അത്
കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ കുറവാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ഇൻക്ലൂഡിങ് അതായത് ഒരു ടാക്സി സെഗ്മെന്റിലേക്ക് ഓടുമ്പോൾ അവർക്ക് അറിയാമല്ലോ, നമുക്കൊരു പ്രൈവറ്റ് കാറിൻ്റെ ഇതുപോലെയുള്ള ഒരു മെയിൻ്റനൻസിൻ്റെ ഒരു ചാർട്ടല്ല അവർ ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്ക് ക്ലച്ച് ഓവർഹോളിങ് അല്ലെങ്കിൽ റീപ്ലേസ്മെൻറ്റ് അതിൻ്റെ അങ്ങനെ A to Z, കാരണം നിർത്താതെ ഓടുന്ന ഒരു സെഗ്മെൻ്റ് ആണെന്ന് പറയുന്നത് ടാക്സി സെഗ്മെൻറ്റ്. അപ്പോൾ അത്രക്കാർക്ക് വരുന്ന കംപ്ലയിൻറ്റിൻ്റെ ഒക്കെ ഒരു ചാർട്ട് എത്ര കോസ്റ്റ് വരുന്നുണ്ടെന്ന് ഇവർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്ന് വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഓരോന്നിൻ്റെ പ്രൈസ് അറിയാനായിട്ട് പറ്റും. അപ്പോൾ ഈ സെഗ്മെൻറ്റിൽ നിങ്ങൾ മറ്റേത് വണ്ടി എടുക്കുന്നതിനേക്കാളും പൈസ കുറവാണ്, ഫീച്ചേഴ്സ് കൂടുതലാണ്, റണ്ണിങ് കോസ്റ്റ് കുറവാണ്, മെയിൻ്റനൻസ് കോസ്റ്റ് കുറവാണ്. ഇതിനൊക്കെ പുറമെ വാറൻറ്റി കൂടുതൽ വരുന്നുണ്ട്. അതായത് സാധാരണ ഈ ഒരു സെഗ്മെൻറ്റിൽ നമുക്ക് ബ്രാൻഡുകൾ തരുന്നത് 1,60,000 കിലോമീറ്റർ വരെ വാറൻറ്റി. പക്ഷേ ഹ്യൂണ്ടായി തരുന്നത് എത്രയാണെന്ന് അറിയാം? 1,80,000 കിലോമീറ്റർ വരെ വാറൻറ്റി വരുന്നുണ്ട്. അതായത് നോർമൽ വാഹനത്തിനോടൊപ്പം 3 വർഷം 1,00,000 കിലോമീറ്റർ ഉണ്ട്. അത് എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്ക് 5 വർഷം അല്ലെങ്കിൽ 1,80,000 കിലോമീറ്റർ വരെ ഈ വാഹനത്തിന് നിങ്ങൾക്ക് ഹ്യൂണ്ടായി വാറൻറ്റി തരുന്നുണ്ട് എന്നുള്ളതാണ്. അതും ചെറിയ കാര്യമല്ല. ഇതിനൊക്കെ പുറമെ നമുക്ക് സ്പീഡ് ഗവർണർ ഹ്യൂണ്ടായി ഇൻബിൽഡ് ആയിട്ടാണ് തരുന്നത്. അതിന് നിങ്ങൾ എക്സ്ട്രാ പൈസ മുടക്കേണ്ടതില്ല. അതിൽ ഒരു നമുക്ക് കിടിലൻ ഫീച്ചർ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പല രൂപത്തിലുള്ള ടാക്സി സെഗ്മെന്റുകളുണ്ട്. ഇപ്പോൾ ഒരു ട്രാവൽസിന്റെ ഫ്ലീറ്റിലേക്ക് നിങ്ങൾ എടുക്കുന്നുണ്ടാവും. നിങ്ങളുടെ ഫോണിൽ ആപ്പുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ വെഹിക്കിളിന്റെ ലൈവ് ലൊക്കേഷൻ നമുക്ക് ട്രാക്ക് ചെയ്യാവുന്ന രൂപത്തിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്പീഡ് ഗവർണർ ആണ് ഹ്യൂണ്ടായി തരുന്നത്. വെറുതെ പേരിനൊന്നും തരല്ല എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ഇതിപ്പോൾ ഒരു സെഡാനാണ് ഞാൻ പറഞ്ഞത്, 6,89,000. ഇതേ ഫീച്ചേഴ്സോട് കൂടിയിട്ട് നമുക്കിതിൻ്റെ ഹാച്ച് ബാക്ക് വരുന്നുണ്ട്. അതായത് വില ഇതിനും കുറവാണ്. നമ്മളിപ്പോൾ ഈ കണ്ടിട്ടുള്ള സ്പെഷ്യൽ മറ്റാരും തരാത്ത ടാക്സി സെഗ്മെന്റിൽ മറ്റാരും നൽകാത്ത ഫീച്ചേഴ്സോട് കൂടിയിട്ട് നമുക്ക് ഇതിൻ്റെ പ്രൈം HB എന്ന പേരിൽ ഹാച്ച് ബാക്ക് കൂടി വരുന്നുണ്ട്. ഇതേ എഞ്ചിൻ ആയിരിക്കും, ബാക്കി എല്ലാം സിമിലർ ആയിരിക്കും. 6,39,000 രൂപ അതിന് എക്സ്ഷോറൂം പ്രൈസ് വരുന്നുള്ളൂ. ഇതിനേക്കാളും 50,000 രൂപ കുറവാണ്. CNG അതുപോലെ തന്നെ ബൈഫ്യൂലും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നത് തന്നെയാണ് വന്നിട്ടുള്ളത്. ഈ ഒരു മോഡൽ പുതിയതായിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളതാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ നിങ്ങൾക്കൊന്ന് അറിയണം, വാഹനം ഒന്ന് പെട്ടെന്ന് ഡെലിവറി എടുക്കണം അല്ലെങ്കിൽ ടെസ്റ്റ് ഡ്രൈവ് ഒന്ന് ചെയ്ത് നോക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ വാഹനം കണ്ടിട്ടുള്ളത് പാലക്കാടുള്ള ഗ്രാൻഡ് ഹ്യൂണ്ടായിലാണ്. അതായത് പാലക്കാട് ജില്ലയിലെ ഹ്യൂണ്ടായുടെ ഓതറൈസ്ഡ് ഡീലർ ആയിട്ടുള്ള ഗ്രാൻഡ് ഹ്യൂണ്ടായിലാണ് ഈ വാഹനം അവൈലബിൾ ആയിട്ടുള്ളത്. ഞാൻ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്, അതിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാഹനം നേരിട്ട് കാണാനും ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനും എടുക്കാനുള്ള എല്ലാ സൗകര്യവും അവർ ചെയ്തു തരും.